ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഒരു കൺസോൾ ഇല്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന ടിവിയിൽ ഗെയിംസുകൾ ആക്സസ് ചെയ്യാൻ പറ്റിയാൽ എങ്ങനെ ഉണ്ടാവും? നമ്മൾ ക്ലൗഡ് ഗെയിമിംഗ് എന്താണെന്ന് അറിയണം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ടിവിയിലേക്ക് ഗെയിംസുകൾ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിലോ യൂട്യൂബിലോ കാണുന്നത് പോലെ ഇന്റർനെറ്റ് വഴി ഗെയിംസുകൾ സ്ട്രീം ചെയ്ത് കളിക്കുന്ന രീതിയാണ് ക്ലൗഡ് ഗെയിമിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ടിവിയിൽ കാണുന്ന ഗെയിം ആക്ച്വലി റൺ ആവുന്നത് എവിടെയോ ഇരിക്കുന്ന മൈക്രോസോഫ്റ്റിന്റെ സെർവറിലായിരിക്കും. നമ്മൾ നെറ്റ് ഉപയോഗിച്ച് ആ വിഷ്വൽസ് ടിവിയിൽ കൂടെ കാണുന്നു എന്ന് മാത്രം. നമ്മൾ ഇവിടെ ഇരുന്ന് കൺട്രോളറിൽ പ്രസ് ചെയ്യുന്നത് അങ്ങ് സെർവറിൽ പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് ഇത് ടിവിയിലേക്ക് വരണം. സോ ഇതിന് നല്ല സ്പീഡുള്ള ഒരു ഇന്റർനെറ്റ് കണക്ഷൻ മസ്റ്റ് ആണ്. അത് ജസ്റ്റ് ഇന്റർനെറ്റ് സ്പീഡ് മാത്രം പോരാ, നല്ല സ്റ്റേബിൾ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ആ സ്പീഡ് നിലനിന്ന് പോകുന്ന തരത്തിലുള്ള ഒരു കണക്ഷൻ നമുക്ക് ഉണ്ടാവണം. ആദ്യമേ ഒരു കാര്യം മനസ്സിൽ വെക്കണം, ഇതൊരു ഫുള്ളി കൺസോൾ റീപ്ലേസ്മെന്റ് വകുപ്പല്ല ഈ പറയുന്ന ക്ലൗഡ് ഗെയിമിംഗ്. അത് എപ്പോഴും ഓർമ്മ വേണം. ഗെയിം ഒന്ന് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാഷ്വൽ ഗെയിമേഴ്സിന് ഇതൊരു പെർഫെക്റ്റ് എൻട്രി പോയിന്റ് ആയിരിക്കും. വിച്ച് മീൻസ് കൺസോളിന്റെ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ തന്നെ ഗെയിമിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ ഇത് യൂസ് ചെയ്യാൻ 4 സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഒന്ന്, എക്സ്ബോക്സ് ക്ലൗഡ് ഗെയിമിംഗ് സപ്പോർട്ട് ആവുന്ന ഒരു ഡിവൈസ് ഉണ്ടാവണം. സപ്പോർട്ടഡ് ഡിവൈസുകൾ എന്ന് പറയുമ്പോൾ ഇത് ടിവിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. വിൻഡോസ് പിസിയിൽ, ലാപ്ടോപ്പിൽ, ആൻഡ്രോയിഡ് ഫോൺസിൽ, ഐഫോൺസിൽ, ഐപാഡിൽ, ടാബ്ലറ്റ്സിൽ അങ്ങനെ തുടങ്ങി ആമസോണിന്റെ ഫയർ സ്റ്റിക്കിൽ വരെ ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ സാംസങ്, LG പോലുള്ള TV ബ്രാൻഡ്സുകളിലൊക്കെ ഇൻബിൽഡ് ആയിട്ട് തന്നെ ഈ എക്സ്ബോക്സ് ഗെയിമിംഗ് ക്ലൗഡ് എന്ന് പറയുന്ന ഒരു പരിപാടി അതിനകത്തുണ്ട്. സോ നിങ്ങളുടെ TV ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ഒരു സാധനം ആ ടിവിക്കകത്തുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂട്ടിലൈസ് ചെയ്യാം. 2, എക്സ്ബോക്സിന്റെ ഗെയിം പാസ് സബ്സ്ക്രിപ്ഷൻ നമുക്കുണ്ടായിരിക്കണം. ഈ പറയുന്ന മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ബോക്സിന്റെ ഗെയിംസ് ലൈബ്രറി ആക്സസ് ചെയ്യാൻ പറ്റും. അതിൽ ഇഷ്ടാനുസരണം കയറി കളിക്കാനും പറ്റും. ഇതൊരു ലൈക്ക് വാടക വീട് പോലെയാണ്. നമ്മൾ മാസാമാസം അടയ്ക്കുന്ന വാടക കൊടുപ്പ് എന്ന് നിർത്തുന്നു അന്ന് ഈ പരിപാടി അവസാനിക്കും. കാരണം നമ്മൾ ഈ ഗെയിംസുകൾ എവിടെയും ഡൗൺലോഡ് ചെയ്യുന്നില്ല, എവിടെയും സ്റ്റോർ ചെയ്യുന്നില്ല. ജസ്റ്റ് OTT പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മൾ സിനിമകൾ കാണുന്ന പോലെ മന്ത്ലി പേ ചെയ്യുന്നു, അത് കളിക്കുന്നു, അണച്ചു വെച്ച് പോകുന്നു. 3 എന്ന് പറയുന്ന എക്സ്ബോക്സ് ക്ലൗഡ് ഗെയിമിംഗ് നമ്മൾ ടിവിയിലാണ് ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഒരു കൺട്രോളർ എന്തായാലും വേണം. അതിപ്പോൾ PS5ന്റെ ഒരു കൺട്രോളർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എക്സ്ബോക്സിന്റെ കൺട്രോളർ ഉപയോഗിക്കാം. ഇനി രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തേർഡ് പാർട്ടി കൺട്രോളറുകൾ ഓൺലൈനിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി ഇതിന്റെ ഗെയിം പാസ് സബ്സ്ക്രിപ്ഷനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. 3 തരത്തിലാണ് ഇവരുടെ പ്ലാൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് എസെൻഷ്യൽ, പ്രീമിയം, പിന്നെ അൾട്ടിമേറ്റ്. ഇതിൽ അൾട്ടിമേറ്റിലാണ് ഏറ്റവും വലിയ ഗെയിം ലൈബ്രറി ഉള്ളത്. നിങ്ങൾ ഒരിക്കലും എസെൻഷ്യൽ ചൂസ് ചെയ്യില്ല, അറ്റ്ലീസ്റ്റ് ഗോ ഫോർ സെക്കൻഡ് വൺ ഓർ തേർഡ് വൺ. അത് മാത്രമല്ല, ഈ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഗെയിംസുകൾ ഓൾവേസ് അവൈലബിൾ ആവുമെന്നും കരുതരുത്. OTT പ്ലാറ്റ്ഫോംസിൽ മൂവീസ് വരും പോകും. അതുപോലെ തന്നെ ഇതിലെ ഗെയിം ലൈബ്രറിയും മാറിക്കൊണ്ടേയിരിക്കും. ഗെയിംസുകൾ, ചില ഗെയിംസുകൾ വരും, ചില ഗെയിംസുകൾ പോകും. ഉദാഹരണം GTA 5 പോലുള്ള ഗെയിമുകളൊന്നും എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല. അതുള്ളിടത്തോളം കാലം നമുക്ക് കളിക്കാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതിൽ ഒരു ഗെയിമും നമ്മൾ സ്റ്റോർ ചെയ്യുകയോ ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്യുന്നില്ല. നമ്മളിത് ജസ്റ്റ് നെറ്റ് വഴി കളിക്കുന്നു എന്നേ ഉള്ളൂ. അതുപോലെ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇന്റർനെറ്റ് കണക്ഷൻ. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്പീഡുള്ള ഇന്റർനെറ്റ് കണക്ഷൻ എപ്പോഴും ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമുക്ക് ലാഗ് വരും, ഫ്രെയിംസ് ഡ്രോപ്പ് ആവും, വിഷ്വൽ ക്വാളിറ്റിയും ഡ്രോപ്പ് ആവും. കാരണം നമ്മൾ ആ കാണുന്ന എൻ്റയർ ഗെയിം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഇന്റർനെറ്റ് സ്പീഡിനെയാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വേരിയേഷൻസ് ഉണ്ടായാൽ ആ വേരിയേഷൻസ് അതിലും കാണും. എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യ, കേരളം എന്നൊക്കെ പറയുമ്പോഴത്തേനും ഒരുപാടധികം ഇന്റർനെറ്റ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഒരാളിത് കളിക്കുമ്പോഴത്തേനും അവരുടെ നല്ല സ്പീഡും കാര്യങ്ങളും ഉണ്ടെന്ന് വരുത്തി നമ്മളിത് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് അതേ സ്പീഡും അതേ കൺസിസ്റ്റൻസിയും കിട്ടണം എന്നില്ല. അതിന്റെ റീസൺ എന്ന് പറയുമ്പോൾ പലരും പല പ്രൊവൈഡേഴ്സിൽ നിന്നാണ് ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കുന്നത്. അതുപോലെ പല പാക്കേജസ് ആയിരിക്കും എല്ലാവരും എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇതിൽ വേരിയേഷൻസ് ഉണ്ടാവും. ആൻഡ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ, ഇതൊരിക്കലും പ്രോപ്പർ ഒരു കൺസോൾ ഗെയിമിങ്ങിനെ ഫുള്ളി റീപ്ലേസ് ചെയ്യുന്ന ഒരു പരിപാടി ആയിരിക്കില്ല. അതിനുള്ള മെയിൻ നെഗറ്റീവ്സ് എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. മെയിൻ ആയിട്ട് പെർഫോമൻസിൽ കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കത്തില്ല. ചില ഗെയിംസുകൾ വന്ന് 60 FPS റൺ ആവും, ചിലത് വന്നിട്ട് 30 FPS റൺ ആവത്തുള്ളൂ. മെയിൻ ആയിട്ട് നമ്മളിത് TV പോലെ ഒരു വലിയ സ്ക്രീനിലൊക്കെ ആക്സസ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാഫിക്സ് ഒക്കെ ചില സമയങ്ങളിൽ പിക്സലേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. ലൈക്ക് മൈൻക്രാഫ്റ്റിന്റെ ഗ്രാഫിക്സ് കണ്ടില്ലേ, ആ ലെവലിൽ പിക്സലേറ്റഡ് പോലെ നമുക്ക് തോന്നും. ആ പ്രോബ്ലംസ് ഒന്നും 1440p ക്വാളിറ്റിയിലോട്ട് മാറ്റിയാൽ പോലും മാറുന്ന പ്രശ്നങ്ങളല്ല. ആൻഡ് ഇതിലെ മെയിൻ തിങ് എന്ന് വെച്ചാൽ ആ 1440p ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് അൾട്ടിമേറ്റ് പാക്കേജിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് ബെറ്റർ ക്വാളിറ്റി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ് തന്നെ എടുക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. അതും അവൈലബിൾ ആയിട്ടുള്ള സെലക്റ്റീവ് ആയിട്ടുള്ള ഡിവൈസുകളിൽ മാത്രമാണ്. നമ്മളെ PC-യിൽ, ലാപ്പിലൊക്കെ ക്രോം വഴിയാണ് ആക്സസ് ചെയ്യുന്നതെങ്കിൽ പോലും 1080p നമുക്ക് ഔട്ട് കിട്ടുക. ഇതൊക്കെ തന്നെ ഈ ക്ലൗഡ് ഗെയിമിങ്ങിന്റെ ലിമിറ്റേഷൻസ് ആണ്. അതുപോലെ തന്നെ ഇൻപുട്ട് ഡിലേ, ബട്ടൺ നമ്മൾ കൺട്രോളറിൽ പ്രസ് ചെയ്യുന്നതും ടിവിയിൽ ആക്ഷൻ വരുന്നതും മില്ലി സെക്കൻഡ് ഡിലേ അവിടെ ഉണ്ടാവും. സോ സജഷൻ എന്താണെന്ന് വെച്ചാൽ RPG, സ്റ്റോറി മോഡ് പോലുള്ള ഗെയിംസുകൾ നിങ്ങൾക്ക് ഇതിൽ കളിക്കാം, കുഴപ്പമില്ല. വലിയ സീനുകളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. മറിച്ച് നിങ്ങൾ ഷൂട്ടിംഗ് പോലെ ഫാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഗെയിംസുകൾ കളിക്കുകയാണെങ്കിൽ അന്നത്തോടെ നിങ്ങൾ ഈ ക്ലൗഡ് ഗെയിമിംഗ് വെറുക്കും. കാരണം കോമ്പറ്റീറ്റീവ് ഗെയിംസിൽ FPS, റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത് ഒരുപാട് അധികം ഇമ്പോർട്ടന്റ് വഹിക്കുന്ന കാര്യങ്ങളാണ്. അവിടെ ഡിലേ ഉണ്ടായ ആ എൻ്റയർ എക്സ്പീരിയൻസിനെ അവിടെ സ്പോയിൽ ചെയ്യും. അതുകൊണ്ടാണ് മേ ബി നമ്മളത് വെറുക്കും എന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മളെ ഇന്ത്യയിൽ തന്നെ ജിയോ ക്ലൗഡ് ഗെയിമിംഗ് പോലുള്ള സിമിലർ സർവീസസ് ഒക്കെ അവൈലബിൾ ആണ്. സെയിം കൺസെപ്റ്റ് തന്നെയാണ്. പക്ഷേ എക്സ്ബോക്സ് ഗെയിം പാസ് ലെവൽ ലൈബ്രറി ഒന്നും ഈ പറയുന്ന ജിയോ ക്ലൗഡ് ഗെയിമിംഗിൽ കാണത്തില്ല. സോ അതുകൊണ്ട് മെജോറിറ്റി ആൾക്കാരും എക്സ്ബോക്സ് ക്ലൗഡ് ഗെയിമിംഗ് തന്നെയായിരിക്കും ചൂസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും വരും, ഫ്യൂച്ചറിൽ കുറെ കൂടെയൊക്കെ എക്സ്പാൻഡ് ആയിട്ട് വരും. സോ അപ്പോൾ മെയിൻ ആയിട്ട് ഈ പറയുന്ന ക്ലൗഡ് ഗെയിമിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ കൂടുതലൊന്നും ഇനി അതിനെപ്പറ്റി അറിയേണ്ടതായിട്ട്
വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന ഫോണുകളിലൊക്കെ GTA 5 കളിക്കുന്ന തരത്തിലെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും. അവരെല്ലാവരും ഈ എക്സ്ബോക്സിന്റെ ക്ലൗഡ് ഗെയിമിംഗ് യൂസ് ചെയ്തിട്ടാണ് ഫോണ്, ലാപ്പ്, ടാബ് തുടങ്ങിയ ഡിവൈസുകളിലൊക്കെ ഈ പറയുന്ന ഗെയിം കളിച്ച് കാണിക്കുന്നത്. സോ ഇങ്ങനെ ഒരു പരിപാടി നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡിവൈസുകളിൽ ഏതെങ്കിലുമൊക്കെ സപ്പോർട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു കൺസോളൊന്നും മേടിക്കാൻ അത്രയും ലെവലിലൊന്നും ഇപ്പോൾ ചിന്തിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഉള്ള സെറ്റപ്പിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. സോ അപ്പോൾ വേറൊന്നുമില്ല.